ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൈടെക്സ് വീഡിയോ ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹീറോ ജെന്യൂൻ ഓയിലിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാം, ടൂ വീലേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കേരളത്തിൽ പണ്ട് മുതൽ 1989 മുതൽ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് സ്പ്ലെൻഡർ എന്ന വെഹിക്കിളാണ്. ആ വെഹിക്കിളോട് കൂടി തുടങ്ങിയതാണ് ഹീറോയുടെ മഹത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഓടിക്കൂടിയിട്ടുള്ളത്. ആ ഒരു കമ്പനിയുടെ ഒറിജിനൽ ജെന്യൂൻ ആയിട്ടുള്ള ഓയിലിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. ഈ എൻ്റെ കയ്യിലിരിക്കുന്നത് 10W30 എന്ന് പറയുന്ന ഗ്രേഡിന്റെ 800 ml ഉള്ള സ്കൂട്ടറിന് പറ്റിയ ഓയിലാണ്. ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മെയിൻ മെക്കാനിക്കായ വിജേഷിനെ വിളിക്കുന്നു. ഓണറും മെയിൻ മെക്കാനിക്കായ വിജേഷിനെ വിളിക്കുന്നു. സുഹൃത്തെ, വെൽക്കം. താങ്കൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ ഗ്രേഡ്? ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ 3000 കിലോമീറ്റർ ആണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. കാരണം സിന്തറ്റിക് കണ്ടന്റ് കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് കാർബൺ റൈസിങ് കുറയും. ത്രോട്ടിലിംഗ് ചെയ്യുന്ന സമയത്ത് കാർബൺ റൈസ് ചെയ്യും. പിന്നെ ഫ്ലെക്സിബിലിറ്റി, റിങ്സിന്റെ ഫ്ലെക്സിബിലിറ്റി കുറച്ചും കൂടി കൂടാൻ സിന്തറ്റിക് വേണം. അപ്പം സിന്തറ്റിക് മറ്റുള്ള കമ്പനിയിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നതിനാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള കമ്പനിയിലെല്ലാം സിന്തറ്റിക് ഉണ്ട്. ആ കണ്ടന്റിനേക്കാളും കുറച്ചും കൂടി കണ്ടന്റ് ഇതിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പ്യുവർ സിന്തറ്റിക് അല്ല, സിന്തറ്റിക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയില് ഏറ്റവും കൂടുതൽ ഉള്ളത് 2 അസോസിയേഷൻ ആണ്. ഒന്ന് അമേരിക്കൻ പെട്രോളിയം ഇൻഡസ്ട്രീസ്, അതായത് API എന്ന് പറയും. പിന്നെ വരുന്നത് ജാസോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ജപ്പാൻ ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ. അതായത് ജപ്പാനിലാണ് വേൾഡിൽ ഏറ്റവും വലിയ വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന ജപ്പാനാണ്. ജപ്പാൻ മെയ്ഡ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു കറക്ഷനും ഇല്ലാത്ത വണ്ടി എന്നാണ് എല്ലാവരും ഈ ലോകം മുഴുവൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ജാസോ സ്റ്റാൻഡേർഡ്സിലൂടെ ഓടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ കാണുന്ന ഓയിലുകളിൽ പല ഗ്രേഡുകൾ കാണാം. MA2 എന്നാൽ എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി വിവരിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് പ്യുവർ സിന്തറ്റിക് ആയ എക്സോപ്റ്റിക് എന്ന് പറയുന്ന ഹീറോയുടെ ഒരു ബ്രാൻഡാണ്. ഇത് 1200 ml ആണ്. ഇത് ഉപയോഗിക്കുന്നത് എക്സ്പൾസ്, എക്സ്ട്രീം R, അതുപോലത്തെ BS6 പുതിയ വെഹിക്കിളിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരു കലർപ്പ് പോലും ഇല്ലാത്ത പ്യുവർ ഓയിലാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിന്റെ കപ്പാസിറ്റിയും പവറും ത്രോട്ടിലിങ്ങും എല്ലാം കൂടും. അതുപോലെ തന്നെ എക്സിസ്റ്റൻസി, അതായത് നിലനിൽപ്പ്, ഒരു എഞ്ചിന്റെ നിലനിൽപ്പ്, ഓയിലില്ല, കത്തിപ്പോയി ഇടക്ക് വഴിയിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു ഇതുമില്ലാതെ 10,000 കിലോമീറ്റർ ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അതിനേക്കാളും ഒരു 500 കിലോമീറ്ററോ 1000 കിലോമീറ്ററോ ഇനിയും മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് ഇതിന്റെ ഒരു എക്സ്പയറിക്ക് ഒരു 90% എക്സ്പയറിയെ പറയുള്ളൂ. അതുകൊണ്ടാണ് 10,000 നിർത്തുന്നത്. MA2 എന്ന് പറയുന്ന ബ്രാൻഡിന്, MA2 എന്ന് പറയുന്ന ഗ്രേഡിന് എന്തുകൊണ്ടാണ് MA2 എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. നമ്മളിപ്പം പ്ലേ ക്ലച്ച് ആണ്, നമ്മൾ ക്ലച്ച് പിടിച്ച് ഗിയർ ഷിഫ്റ്റ് മാറ്റണം. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതാകുമ്പോൾ അതിന് ഫ്ലെക്സിബിലിറ്റി വരണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ മൈക്രോ ഫൈബേഴ്സ് കടന്നു പോകണം. ഈ മൈക്രോ ഫൈബേഴ്സ് സിന്തറ്റിക് MA2 ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ആ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതും എഞ്ചിന്റെ കാലാവധി കൂടുതൽ മുന്നോട്ട് പോകാനും സഹായിക്കുന്നത്. അതാണ് MA2. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത് MB എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ MB പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് ഗിയർലെസ് വെഹിക്കിളിനാണ്. അതായത് ആക്ടീവ, സുസുക്കി, ആക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഹീറോയുടെ മാസ്ട്രോ എഡ്ജ്, പ്ലഷർ ഇങ്ങനെയുള്ള. ഈ MB എന്ന ഗ്രേഡ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ക്ലച്ചിനാണ്. അതായത് ഫ്രിക്ഷൻലെസ് ഇല്ലാത്ത ഫൈബേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കാലാവധിക്കും അത് താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് MBയും MAയും തമ്മിലുള്ള ഡിഫറൻസുകൾ ആ ഒരു കാലഘട്ടത്തേക്കാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ ഈ MB എന്ന് പറയുന്നതും MA എന്ന് പറയുന്നതും 2 രീതിയിലും ഉപയോഗിക്കാം. പക്ഷേ കറക്റ്റായിട്ടുള്ളത് സ്കൂട്ടേഴ്സിന് MB എന്ന് പറഞ്ഞ ഇതാണ്. കാരണം വെച്ചാൽ ഗിയർലെസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനി എടുക്കുന്നത് കൊണ്ടാണ് അത് അതിൻ്റെതായ രീതിയിലേക്ക് വരുന്നത്. ഈ 2 ഓയിലും, ഈ MA എന്ന ഓയില് സ്കൂട്ടറിലും ഒഴിക്കാം, ബൈക്കിലും ഒഴിക്കാം. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് MB മാത്രമുള്ളത് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. MBന്റെ ക്വാളിറ്റി വേറെ ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഇതാക്കുന്നത്. എന്തായാലും ഇന്ന് കണ്ടതിന് സന്തോഷം, ഇവിടെ വന്നതിന് സന്തോഷം. എല്ലാവർക്കും
എൻ്റെ ഗുഡ് ബൈ.